എങ്ങോട്ടാന്ന്? മൊറോക്കയിലെവിടെ? അഗറ്റയാണ്. അതായത് ബാക്കിൽ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കിടക്കണം ബൈ EasyJet. അപ്പോൾ ഞങ്ങൾ EasyJetiന് മൊറോക്കയ്ക്ക് യാത്രയാവുകയാണ്. നമുക്ക് വീണ്ടും അമ്മയുടെ അറിവുകളിൽ അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ക്യാൻറ്റീൻ സൂപ്പറാണ്, നല്ല സൗകര്യങ്ങളാണ്, കാണുന്ന പോലെയല്ല. ഹോട്ടൽ ഭയങ്കര വിശാലമായ ഹോട്ടലാണ്. പിന്നെ സ്വിമ്മിംഗ് പൂള്, ബീച്ച് ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ മൊറോക്കയിൽ അഗദേർ എയർപോർട്ടിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. EasyJetiൻ്റെ ആൾ ഞങ്ങളെ അവിടെ നോക്കി നിൽക്കണ്ടായിരുന്നു. നല്ല എയർപോർട്ടാണ്, നല്ല നീറ്റാണ്, നല്ല കാലാവസ്ഥയാണ്. ഞാനിവിടുത്തെ ഒരു നെറ്റ് എടുത്തു. അപ്പോൾ ഒരു 10 പൗണ്ടിന് 10 GB, 1 പൗണ്ടിന് 1 GB ആ കണക്ക് കൂട്ടിട്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. നല്ല യാത്രയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂമിലേക്ക് ഇങ്ങനെ കയറുന്നു. ഇത് ടോയ്ലറ്റ്, പിന്നെ ഇതാണ് ഷവറും പിന്നെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അലമാരിയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇത് ബെഡ്, പിന്നെ TV ഉണ്ട്. വെള്ളവും കെറ്റിലൊന്നും ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇതാണ് ബാൽക്കണി. ഔട്ട് സൈഡിലേക്ക് ഇറങ്ങിയാൽ നല്ല വെയിലുണ്ട്, എന്നുവെച്ചാൽ വലിയ ചൂടില്ല. ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ആളുകൾ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഞങ്ങൾ നല്ല ബീച്ചിലേക്ക് പോവാണ്. ഇതിൻ്റെ മറ്റേ സൈഡ് ബീച്ചാണ്. അപ്പോൾ ഇത് ബീച്ച് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഹോട്ടലാണ്. നമ്മൾ നടന്നിട്ട് തീരില്ല ഇതിൻ്റെ അകത്ത് തന്നെ, അത്രയ്ക്ക് സൗകര്യങ്ങളുണ്ട്. ഇന്ന് നോക്കിയാൽ തന്നെ ബീച്ച് കാണാം. വേണ്ട, ബീച്ച് ഫ്രണ്ട് ഹോട്ടലാണത്. അപ്പോൾ ഇവിടെ താഴേക്ക് ഇറങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് നടക്കാണ്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് അറിയിക്കാം. ഇത് ഞങ്ങളുടെ ഹോട്ടല്. ഓക്കെ, അത് ബീച്ച്, പുറത്തിറങ്ങിയ ബീച്ച്. അപ്പോൾ ഇവിടെ നിന്ന് കുളിച്ചിട്ട് നേരെ ഞങ്ങൾ പോണതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കണേയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതാണ് ഞങ്ങളുടെ ബീച്ച് ക്ലബ്ബ് ഹോട്ടൽ. അതിനോട് ചേർന്നാണ് ഈ ബീച്ച്. ഇവിടെ വലിയൊരു സൂക്കുണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ചുകൂടെ പോയിട്ട് കേബിൾ കാറുണ്ട്. ഇതിൽ മലയുടെ മുകളിലേക്ക് കേബിൾ കാറിൽ പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് ഞങ്ങൾ. സിറ്റിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് നടന്നാൽ മതി എന്ന് പറഞ്ഞത്. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിൽ നോട്ട് ചെയ്യണം. ഇടയ്ക്കോട്ടും കാല് വേനടിക്കാണ്ട് ഇതിനകത്ത് ഇരുന്നെല്ലാം കാണാമല്ലോ. ഇതാണ് പ്ലാൻ. അപ്പം അത് ഇങ്ങനെ ഈ വണ്ടിയിൽ കുറേ പേർക്ക് ഇരിക്കാം. 36 ദിർഹം ആട്ടോ. യൂറോ വരുമ്പോൾ 3.5 യൂറോ. മൗണ്ടനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കസ്ബയുടെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണിത് കേട്ടോ. സൂപ്പർ വ്യൂ ആണ്. നോക്കത്ത ദൂരത്ത് കടൽ, അഗദേർ സിറ്റി മൊത്തം ഇവിടെ നിന്ന് കാണാം. ആ കാണുന്നതാണ് അഗദേർ സിറ്റി. രാത്രിയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും, കൂടുതൽ ലൈറ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് സിറ്റി അങ്ങനെ കാണാൻ പറ്റില്ല. ഞങ്ങൾ ആ ബീച്ചിൻ്റെ ഏകദേശം ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ അങ്ങ് അകലെ ആ ബെഞ്ചൊക്കെ കിടക്കണ കാണാം. അവിടെയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇവിടം വരെ നടന്നു. പിന്നെ ഒരു ടാക്സി കിട്ടി, അതിൽ ഞങ്ങൾ കയറി ഇങ്ങോട്ട് പോകുന്നു. കുറച്ച് സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ആദ്യം ഞങ്ങൾ കസ്ബയിലേക്കാണ് വന്നത്. അഗഡേർ കസ്ബ. ഇതാണ് ഈ കസ്ബ. ഞങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് കയറി കണ്ടിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ ഈ റോപ്പ് കാറിൽ കയറിയേക്കാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 12 യൂറോ ആണ്. അപ്പോൾ ഞങ്ങളുടെ ടാക്സിക്കാരൻ താഴെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 1 വേ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 8 യൂറോ. ഇച്ചിരി സ്ലോപ്പാണ്, അപ്പോൾ നമ്മൾ ഇച്ചിരി കെയർഫുൾ ആവണം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അപ്പം ഞങ്ങൾ ഇച്ചിരി അകത്ത് സിറ്റി മൊത്തം കാണിക്കാം കേട്ടോ. മൊത്തം സിറ്റിയിൽ നിന്ന് കാണും. ഒരു സ്പീഡ് ഉണ്ട് കേട്ടോ.
ജോലി താഴേക്ക് ഇറങ്ങുന്നില്ല. ഈ സ്പീഡാവും. 1 മിനിറ്റിനടിയൊന്നും പിടിക്കട്ടെ നിങ്ങളെ. ഈ വശത്ത് കടലാണ്. 10 മിനിറ്റ് ഉണ്ട് ഇട്ടതിൽ കൂടെ. ഞാൻ കുറച്ച് നിങ്ങളെ കാണിക്കണുള്ളൂ. അപ്പം ഇന്നത്തെ ദിവസത്തിൽ ഇപ്പോൾ കസ്ബ കണ്ടു, കേബിൾ കാറിൽ കയറി. ഈ മൗണ്ടൻസ് ആക്ച്വലി വലിയ മൗണ്ടൻ. ഇവിടെയാണ് ഈ അരക്കൻ ഓയിലിൻ്റെ അതുണ്ടാകുന്ന ട്രീ ഇവിടെയാണുള്ളത്, ആ പ്ലാന്റ്. ഇതാണ് അഗഡയർ സിറ്റി. താഴെ അപ്പുറത്ത് കടലും. നല്ല വ്യൂ ആയിട്ടോ. ഇപ്പൊ നല്ലതായിട്ട് പോണേ. ചിലപ്പോ ഇനിയിപ്പോ ഇത് കേബിൾ കാർ ഇച്ചിരി ഫാസ്റ്റ് ആവും കേട്ടോ. ഒരു ഫുട്പാത്ത് പോലെ റെഡിയാക്കി വെച്ചാണ്. എന്തോരം നല്ല കണ്ടീഷനായിട്ട് സിറ്റി മൊത്തം അവിടെ ഇരുന്ന് കാണാൻ പറ്റും നമുക്ക്. എനിക്ക് ബീച്ച് വ്യൂ ആണ്, കടലാണ് കുറേ കൂടി ഇഷ്ടപ്പെട്ടത്. ഓക്കെ, വളരെ സ്ലോയിലാണ് പോകണേട്ടോ. എത്ര പ്രായമുള്ളവർക്ക് ഇരിക്കാം, നല്ല കംഫർട്ടബിളാണ്. അതിൽ കയറി വരുന്നുണ്ട്. അവിടെ നിന്ന് കാർ കയറി വരുന്നുണ്ട്. അഗഡയർ സിറ്റി എംറ്റിയാണ്, എനിക്ക് ആരുമില്ല. ഈ സൈഡിലാണ് മൗണ്ടൻസ് മൊത്തം. ആ നടുക്ക് സിറ്റി, ഈ സൈഡിൽ മുഴുവൻ ബീച്ച്. സൂപ്പറായിട്ട് ഇവിടെ എവിടെയാണെങ്കിലും എല്ലാം ഉള്ള സ്ഥലം കാണാനായി.